Good morning. Good morning, ma'am. Good Good morning, Miss. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാൽ എല്ലാവരും വേഗം കയറിക്കോളൂ കേട്ടോ. കയറാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കുറവാണല്ലോ പിള്ളേരും കിട്ടി. 27 പേരുള്ളല്ലോ. ഗുഡ് മോർണിംഗ് സുഷ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓളൊക്കെ അടുത്തപ്പോ എല്ലാവർക്കും നല്ല തിരക്കൊക്കെ ഉണ്ടാവും അല്ലേ? അതാണോ? ഇന്ന് ഞാൻ 11:30 വരെ അല്ല 12 മണി വരെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആതിര മിസ് പെട്ടെന്ന് ലീവ് വന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 12 മണി വരെ ഉണ്ടാവും കേട്ടോ എന്റെ സെഷൻ. മിസ്സാണ് 11:30 കയറേണ്ടിരുന്നത്. മിസ്സിന് അർജന്റായിട്ടൊരു ഇത് വന്നു. അപ്പൊ അതുകൊണ്ട് മിസ് പെട്ടെന്നാണ് ഇൻഫോം ചെയ്തത്. ഒരു 12 മണി വരെ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ. എന്താണ് ഫീവർ ഞാൻ ഇതിന്റെ മരുന്ന് കഴിച്ചിരുന്നു. കുറച്ച് കുറവായി. മരുന്ന് ഞാൻ ഇപ്പോഴും രാവിലെ ഭക്ഷണം കഴിഞ്ഞപ്പോ മരുന്ന് എടുത്തായിരുന്നു, മെഡിസിൻ എടുത്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. അതെ. അപ്പോ ഇന്നത്തെ ക്ലാസ് എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഇന്നലെ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ അതില് പിന്നെ നമ്മള് ക്ലാസിഫിക്കേഷൻ കണ്ടിരുന്നു. എന്താ ജസ്റ്റ് ഞാൻ കുഴപ്പമില്ല, കുറവുണ്ട് കേട്ടാ. കോൾഡ് കുറവുണ്ട്. ഓക്കെ വരുന്നു ജ്യോതി, പ്രശ്നമില്ല. അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ ICUവിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലെ? ഈ പറയുന്ന സ്ട്രക്ചറിനെ അടിസ്ഥാനമാക്കിയിട്ട് ഓപ്പൺ യൂണിറ്റ് ICU, അതുപോലെ തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ICU നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഈ പറയുന്ന ICUവിന്റെ സ്റ്റാഫിംഗ് അല്ലെ, അത് മനസ്സിലാക്കി. പിന്നെ ICUവിന്റെ രജിസ്ട്രാർ ആരാണ്? അത് എന്ന് പറയുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. പിന്നെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ്? അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് അല്ലെ? എന്തെല്ലാം ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ICUവിലേക്ക് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ആണല്ലോ. ഓക്കെ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബാക്കിയുള്ളത് എന്താണ്? നമുക്കിന്ന് തുടങ്ങാം കേട്ടോ. പിന്നെ ഈ പറയുന്ന ഓപ്പൺ യൂണിറ്റ് ICU അതുപോലെ ക്ലോസ്ഡ് യൂണിറ്റ് ICU ഞാൻ വളരെ സിമ്പിൾ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതി എടുത്താൽ മതി. അതിൽ കുറച്ച് നീട്ടി വലിച്ചല്ലേ എഴുതിക്കുന്നത്, നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് എഴുതി വെക്കാം, ജസ്റ്റ് ഫോർ റെഫറൻസ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് ലാസ്റ്റ് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാൻ ഇന്ന് ഓൾ മ്യൂട്ട് ചെയ്ത് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഓഫ് ICU ആണ് കേട്ടോ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ. പിന്നെ ഒരു കാര്യം മുന്നിൽ പറയട്ടെ, ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് കുറച്ചൊരു തിയറി പോലത്തെയാണ്. കുറച്ച് ബോറിംഗ് ഒക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അത് ഞാൻ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയണ്ട കേട്ടോ. അപ്പോ നമുക്കൊന്ന് വായിക്കാം. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഓഫ് ICU. അതായത് ICUവിനകത്തെ ഈ പറയുന്ന പരിചരണത്തിന്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് സാധാരണ ഒരു ഡേ ടു ഡേ കേട്ടോ. ഡെയിലി എന്താണ് ശ്രുതി? ചാപ്റ്റർ നെയിം ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ചാപ്റ്റർ നമ്പർ 13. കിട്ടിയില്ലേ? അപ്പോ നമ്മുടെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഒരു ICUവിനകത്ത് ഡെയിലി നടക്കുന്ന ആ ഒരു പരിചരണത്തിന്റെ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ അത് വളരെ ഇങ്ങനെ പറയുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് വലിയ പോയിന്റ്സ് ആയിട്ടൊന്നും അല്ല പറയുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് മാത്രമാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത് വെറുതെ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. എന്താണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്? കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ്. ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. Connection with the parent unit is necessary for the proper treatment of patients
ഇൻ ICU. എന്താണ് പറയുന്നത്? ICUവിലുള്ള രോഗികൾക്ക് ശരിയായിട്ടുള്ള ഒരു പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. എന്താണ് പറയുന്നത്? ICUവിലുള്ള പേഷ്യൻസിന് ശരിയായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ, ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഈ പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഏതൊരു വിഭാഗത്തിൽ നിന്നുമാണോ ആ ഒരു പേഷ്യന്റിനെ നമ്മൾ റെഫർ ചെയ്ത് ICUവിലോട്ട് വിടുന്നത്, ആ ഒരു വിഭാഗമാണ് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു കാർഡിയോളജി അല്ലെങ്കിൽ ഒരു കാർഡിയാക് ICU ആണെന്ന് ഇരിക്കട്ടെ, അതിന് പ്രവേശിപ്പിച്ച ഒരു രോഗി എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ഒരാളായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ICUവിലോട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ അദ്ദേഹത്തിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നതായിരിക്കും ആ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. കാര്യം ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനിലൂടെ അവർക്ക് ഒരു പക്ഷേ ഈ ഒരു രോഗിക്ക് കുറേയും കൂടെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കണം എന്ന് തോന്നിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അത് ICUവിലോട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും ഒരു രോഗിയുടെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിചരണത്തിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. കാര്യം ആ പാരന്റ് യൂണിറ്റിലെ ഡോക്ടേഴ്സ് ആയിരിക്കും ഈ രോഗിയുടെ ട്രീറ്റ്മെന്റ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണ് ആ രോഗിയുടെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അവരുടെ പാരന്റ് യൂണിറ്റിലായിരിക്കും. സിയ ഗുഡ് മോർണിംഗ് ട്ടാ. അപ്പം പാരന്റ് യൂണിറ്റിലായിരിക്കും. അവരുമായിട്ട് എപ്പോഴും ഒരു എന്തുണ്ടായിരിക്കണം, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റൂട്ടീൻ ICU റൗണ്ട്സ് ഷാൾ ബി ഹെൽഡ് ഇൻ മോർണിംഗ് അറ്റ് 9. അത്രയും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. റൂട്ടീൻ ICU റൗണ്ട്സ് കോൾഡ് കുറവുണ്ട്. കോൾഡ് കുറവുണ്ട് കേട്ടാ. ഞാൻ ഇന്നലെ മരുന്നൊക്കെ കഴിച്ചായിരുന്നു, ആവിയൊക്കെ പിടിച്ചിരുന്നു, അപ്പൊ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇനി കൂടാതെ നോക്കിയാൽ മതി. റൂട്ടീൻ ICU റൗണ്ട്സ് ഷാൾ ബി ഹെൽഡ് in morning at 9 to 11 AM under whom the patient is admitted. അതായത് സാധാരണയായിട്ട് ഒരു ICU റൗണ്ട്സ് എപ്പോഴാണ് നടക്കേണ്ടത്? മോർണിംഗിലാണ്, രാവിലെ ഒരു 9 to 11 വരെയുള്ള ആ ഒരു സമയത്തിലാണ് എന്ത് നടക്കേണ്ടത്? ഒരു യൂഷ്വൽ ആയിട്ടുള്ള ICU റൗണ്ട്സ് നടക്കേണ്ടത്. എന്നിട്ട് എന്താ പറയുന്നത്? ദ മെയിൻ ഡിസിഷൻ റിഗാർഡിംഗ് ദി ട്രീറ്റ്മെന്റ്സ് ഈസ് ടേക്കൺ ഇൻ ദീസ് റൗണ്ട്സ്. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ രോഗിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിന്റെ സമയത്തായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ ഒരു റുട്ടീൻ ICU ചെക്കപ്പ് റൗണ്ട്സ് നടക്കേണ്ടത് ഒരു രാവിലെ 9 to 11 AM ഉള്ള സമയത്തായിരിക്കണം. കാര്യം രോഗിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ സമയത്താണ്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ദ ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റഡ് ടു പേഷ്യൻസ് ഈസ് റിട്ടൺ ബൈ ദ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ICU, ഒരു കോമ വേണം കേട്ടോ അവിടെ, എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഈ ഒരു ICUവിൽ ഇരിക്കുന്ന ഒരു രോഗിക്ക് തുടങ്ങുന്ന, ഈ രോഗിക്ക് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു ചികിത്സ എന്ന് പറയുന്നത് അത് ആര് കൊടുക്കുന്നതാണ്? ആരാണ് ഇത് എഴുതുന്നത്? നമ്മുടെ സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് അവർക്കുള്ള ചികിത്സ ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ്? അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഒരു കൺസൾട്ടന്റ് അല്ലെ, ഒരു കൺസൾട്ടന്റിന്റെ ഒരു ഗൈഡൻസോട് കൂടിയിട്ടാണ് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആ ഒരു ICUവിലുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായി? പിന്നെ നമ്മളിങ്ങനെ ഇത് പറഞ്ഞില്ലേ, ICU രജിസ്ട്രാർ പറഞ്ഞപ്പോ അവിടെ ഒരു പോയിന്റ് നമ്മൾ പറയുന്നുണ്ടായി. അതായത് ഏതെങ്കിലും അനിവാര്യമായിട്ടുള്ള എന്തെങ്കിലും കോമ ഇടാനുണ്ട് ഇവിടെ ഇല്ലേ, ഈ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ICU, അവിടെയാണ് ഒരു കോമ ഇടേണ്ടത്. ഈ കോമ എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്. മൂന്നാമത്തെ പോയിന്റിലെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്, അതിനകത്ത് മൂന്നാമത്തെ പോയിന്റിലെ അതിനകത്ത് കേട്ടാ ICU കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കോമ ഇട്ട് വെച്ചേക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സീനിയർ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറിന് ചില അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങളില് കൺസൾട്ടന്റിന്റെ അനുവാദം കൂടാതെ തന്നെ ആ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് തുടങ്ങാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സാധാരണ ഒരു കൺസൾട്ടന്റിന്റെ ഗൈഡൻസോട് കൂടിയിട്ടാണ് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്.
മനസ്സിലായല്ലോ? പക്ഷെ ഇവിടെ നമ്മുടെ ICU-നകത്ത് ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. The treatment initiated to patient that is written by the senior resident doctor posted in ICU. കണ്ടോ? ICU പോസ്റ്റ് ചെയ്തിട്ടുള്ള സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് ആ പേഷ്യൻസിന് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെന്താണ്? എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്. അല്ലെ, വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിചരണമാണ് ആ ഒരു രോഗിക്ക് ICU-നകത്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 പോയിന്റ്സ്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളുടെ രീതിയിലൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ജനറൽ അവയർനെസ് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പൊ ഒരു ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ നമ്മൾ പറഞ്ഞ 3 പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ് ആ 3 പോയിന്റ്സ്? ഒന്നാമത് പറയുന്നത്, ഒരു നല്ലൊരു പേഷ്യൻസിന് ഒരു നല്ല പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ആരാണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഏതൊരു വിഭാഗത്തിൽ നിന്നുമാണോ ആ രോഗിയെ റെഫർ ചെയ്ത് ICU-ലോട്ട് എത്തിച്ചത്, ആ ഒരു വിഭാഗമാണ് അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം ആ രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ മെഡിക്കൽ ഹിസ്റ്ററിയും ആ പാരന്റ് യൂണിറ്റിന് അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അവരായിട്ട് എപ്പോഴും ഒരു ബന്ധം, ഒരു കണക്ഷൻ ഉണ്ടാവണം. അവരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ രോഗിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? സാധാരണയായിട്ടുള്ള ICU റുട്ടീൻ നടക്കേണ്ടത് ഒരു രാവിലെ 9 to 11 AM വരെയുള്ള സമയത്തിനാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, രോഗിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ ടൈമിലാണ്. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു, രോഗിക്ക് ആരംഭിക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് എഴുതുന്നത് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. ICU-ൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ ആയിരിക്കും. പ്രത്യേകം പറയാണ്, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എൻ കൺസൾട്ടന്റ് കേട്ടോ. അവരൊരു കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ ഒരു രോഗിക്ക് ഒരു ചികിത്സ കൊടുക്കുന്നത്. അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾക്കത് മനസ്സിലാക്കാം. പിന്നെന്താണ്? എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ്. വളരെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു പരിചരണമാണ് ICU-ലെ ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതാണ് എന്ത്? ഡിസ്ചാർജ് പ്രോസസ്, പ്രൊസീജിയേഴ്സ്. എന്താണ്? ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഇനി എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് നമ്മൾ ICU-വിൽ നിന്നും ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യേണ്ട ആ ഒരു ടൈം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനകത്ത് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും കേട്ടോ. ഇവിടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞത് കേട്ടോ. ഇനി പറയുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഇൻ ICU പറയുന്നത് എന്തൊക്കെയാണ്? പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. അല്ലെ, സുഖം പ്രാപിച്ച് ഏകദേശം ആ രോഗി സ്ഥിരത നേടിക്കഴിഞ്ഞാൽ, സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം? ICU-വിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാം. കാര്യം നമുക്കറിയാം, ICU എന്ന് പറഞ്ഞാല് വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അല്ലെ, അത്രയും ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെയാണ് അവിടെ പരിചരിക്കേണ്ടത്. അപ്പൊ ഈ പറയുന്ന ഓരോ രോഗിയും ഏകദേശം സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ നമുക്ക് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അതാണ് പറയുന്നത് കേട്ടോ. അസുഖം പ്രാപിച്ച് സ്ഥിരത നേടിയിട്ടുള്ള രോഗികളെ നമുക്ക് ICU-വിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? The patients in whom immediate threat is lessened but needs close observation can either be discharged to wards or in intermediate care areas depending on need for ICU beds. എന്താണ് അവിടെ പറയുന്നത്? അതായത് ചില രോഗികൾ അവരുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്ന ഒരു ത്രെട്ട്, ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്ന ത്രെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രോഗഭീഷണി അല്ലെ, വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അവർ ICU-ൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പൊ അവരുടെ ആ ഒരു രോഗഭീഷണി അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ പെട്ടെന്ന് കുറയാണ്. അതാണ് ലെസൻഡ് എന്ന് പറയുന്നത് കേട്ടോ. കുറയുകയും അതേസമയം തന്നെ അവർക്കൊരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം? ഐദർ ബി ഡിസ്ചാർജ് ടു വാർഡ്സ്, അല്ലെങ്കിൽ നമുക്ക് വാർഡിലേക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാം. ICU-വിൽ നിന്ന് ഡിസ്ചാർജ് എവിടേക്ക് കൊടുക്കാം? വാർഡ്സിലേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ്. എന്താണ് ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ് എന്ന് പറഞ്ഞാല്? ശരിക്കും പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്. അതായത് ഒരു വാർഡിനും ICU-നും ഇടയിലുള്ള ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇടയിലുള്ളതാണ് അല്ലെ. ദിസ് ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്, ബിറ്റ്വീൻ എ വാർഡ് ആൻഡ് ICU. ഒരു വാർഡിനും ICU-നും ഇടയിലുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇന്റർമീഡിയറ്റ് ഏരിയാസ്. അങ്ങോട്ടേക്ക് ഈ പറയുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാം.
എന്തിനനുസരിച്ചാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ICU ബെഡ്സ് അല്ലെ. ഈ പറയുന്ന ICU ബെഡിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗിയുടെ രോഗാവസ്ഥ കുറയുകയും എന്നാൽ അവർക്കൊരു ക്ലോസ് ആയിട്ടുള്ള അല്ലെ ഒരു ഒബ്സർവേഷൻ നിരീക്ഷണം ആവശ്യമായിട്ടുള്ള രോഗികളെ നമുക്ക് ICUവിൽ നിന്നും ഈ പറയുന്ന വാർഡിലേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം, അതല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഏരിയയിലേക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു രോഗി പോകുമ്പോൾ ആ ഒരു ബെഡ് ഫ്രീ ആവുന്നു, പിന്നെ വീണ്ടും വേറെ രോഗികൾ വരുന്നു, അവർ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ദ പേഷ്യൻസ് ഇൻ ഹൂം ഡെത്ത് ഈസ് അഗ്രീഡ് ടു ബി ഇംപെൻഡിങ് ഈവൻ ഇഫ് ഇന്റൻസീവ് കെയർ ഈസ് കണ്ടിന്യൂഡ് again kept in ICU depending on the availability of resources. ഒന്നുകൂടെ വായിക്കാം. Patients in whom death is agreed to be impending even if intensive care is continued again kept in ICU depending on availability of resources. അതായത് ചില പേഷ്യൻസ് ഉണ്ട്, അവരെ സംബന്ധിച്ച് അവർക്ക് തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം ICUവിനകത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും എന്താണ് അവരുടെ ആ ഒരു മരണം സുനിശ്ചിതമാണെന്ന് ഇരിക്കട്ടെ, അവർക്ക് ഉറപ്പാണ് ഈ രോഗി മരണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്, പക്ഷെ അവർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ICUവിൽ എന്ത് കൊടുക്കുന്നുണ്ട്? പരിചരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ICUവിന്റെ റിസോഴ്സസിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യാം. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ പറയാം. അതായത് ചിലപ്പോ നമ്മൾ ചില രോഗികൾക്ക് അവരുടെ മരണം സുനിശ്ചിതമാണ്, അവർക്കറിയാം മരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്, പക്ഷെ നമ്മൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ICUവിനകത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള രോഗികൾ അവരെ ഡിസ്ചാർജ് ചെയ്യേണ്ട, അവരെ എവിടെ തന്നെ കെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്? ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിനകത്ത് കുറച്ച് ഇങ്ങനെ പറയുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. അതായത് ആദ്യം പറയുന്നു ഒരു സുഖം പ്രാപിച്ച് സ്ഥിരത നേടിയിട്ടുള്ള ഒരു രോഗിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ ചില രോഗികളുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ രോഗഭീഷണി കുറയുന്നു, പക്ഷെ എന്നാൽ അവർക്ക് വളരെ ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ടുള്ള രോഗികളാണെങ്കിൽ അവരെ നമുക്ക് ICUവിൽ നിന്നും ഈ പറയുന്ന വാർഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഏരിയയിലോട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഇനി ചില രോഗികളുടെ ഒരു മരണം സുനിശ്ചിതമാണ്, പക്ഷെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ICUവിനകത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്യണ്ട, അവർ അവിടെ തന്നെ കെപ്റ്റ് ചെയ്യാം, ICUവിനകത്ത് തന്നെ കെപ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇനി കുറച്ച് റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ഡ്യൂട്ടീസും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ തിയറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും പരസ്പരം മാറിപ്പോകാതെ മനസ്സിലാക്കി വെക്കണം. അല്ലാണ്ട് ബൈഹാർട്ട് ചെയ്തൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൺഫ്യൂസ്ഡ് അല്ലാണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതിന്റെ ബൈഹാർട്ട് ചെയ്തൊന്നും നമുക്ക് ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICUs അല്ലെ. ICUവിന്റെ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ആരാണ് ICUവിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത്? ICU ഡയറക്ടർ ആണ് അല്ലെ. ICU ഡയറക്ടർ അഥവാ ഇന്റൻസിവിസ്റ്റുകളാണ്. അവരാണ് എന്തെന്ന് പറയുന്നത്? ICUവിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത്. അതെ, ഇന്റൻസിവിസ്റ്റ് ആണ്. അതെ, അതായത് അവരെ നമ്മൾ ICU ഡയറക്ടർ എന്നും പറയും, അതുപോലെ തന്നെ ICU ഇന്റൻസിവിസ്റ്റ് എന്നും പറയും. മനസ്സിലായല്ലോ? അവരാണ് ICUവിന്റെ ഒരു ചുമതല വഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അവർക്ക് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അവർക്കുള്ളത്, അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഹി ഈസ് എ റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അതായത് ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? ICU ഇൻചാർജ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ഒരു പ്രതിനിധിയാണ്. മനസ്സിലായോ? ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളില് ഈ പറയുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ് ആര്? ഈ പറയുന്ന ICU ഇൻചാർജ് അഥവാ ICUവിന്റെ ഡയറക്ടർ അഥവാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഈ പറയുന്ന ICUവിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, പ്രതിനിധിയാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊവൈഡ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. അതായത് ഈ പറയുന്ന ക്ലിനിക്കൽ പരിചരണത്തിന്റെ തുടർച്ച നൽകുന്ന ആളാണ്.
മെഡിക്കൽ പരിചരണത്തിന് തുടർച്ച നൽകുന്ന ആളാണ്. തുടർച്ച നൽകാന്ന് വെച്ചാൽ ഈ പറയുന്ന രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങള് ഒരു കാരണവശാലും ബ്രേക്ക് ആവാതെ നല്ലൊരു ഫ്ലോയില് ഓരോ രോഗിക്കും വേണ്ട പരിചരണം ഒരു തരത്തിലും ബ്രേക്ക് ആവാതെ നല്ല രീതിയിൽ ആ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതില് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് ICU ഇന്റൻസിവിസ്റ്റ് അഥവാ ICU ഇൻചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണത് കേട്ടോ. പ്രൊവൈഡ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding the patient care but also for the use of unfamiliar equipment. എന്താണ് പറയുന്നത്? ഒന്നുകൂടെ വായിക്കാം. അറേഞ്ച് ടീച്ചിങ് ആൻഡ് ദ സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed the comprehensive instructions not only regarding the patient care but also for the use of unfamiliar equipment. എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഇപ്പൊ ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, ജൂനിയർ മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവരെയെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യാം, അവരുടെ മേൽനോട്ടം വയ്ക്കുക, അവർക്ക് വേണ്ടി ടീച്ച് ചെയ്യുക. ടീച്ച് ചെയ്യുന്ന വെച്ചാൽ അധ്യാപനം, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക. എങ്ങനെയുള്ള ആളുകൾക്കാണ്? ഹൂ നീഡഡ് ജൂനിയർ സ്റ്റാഫ് ഹൂ നീഡഡ് ദ കോംപ്രിഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗി പരിചരണം. അതായത് രോഗി പരിചരണത്തിന് വേണ്ടി മാത്രമല്ല, ഈ പറയുന്ന ICUവിൽ ഉപയോഗിക്കുന്ന പല എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമുള്ള ജൂനിയർ സ്റ്റാഫുകളെ എന്ത് ചെയ്യുക? അവരുടെ ഒരു സൂപ്പർവിഷൻ, അവരെ മേൽനോട്ടം വയ്ക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ടീച്ച് ചെയ്യുക അല്ലെ, എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും മറ്റും കൊടുക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? നമ്മൾ സാധാരണ ഈ പറയുന്ന ICU ഇൻചാർജ് ഇന്റൻസിവിസ്റ്റ് എന്ന് വെച്ചാൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. അവരുടെ ജൂനിയർ ആയിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന മറ്റു മെഡിക്കൽ സ്റ്റാഫുകളെ, നഴ്സിംഗ് സ്റ്റാഫുകളെയൊക്കെ അവർ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അവർ ഈ പറയുന്ന ഓരോ രോഗിക്കും എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ICU ഇൻചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രോഗിയുടെ പരിചരണം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ICUവിനകത്ത് ഒത്തിരി എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതിലൊക്കെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമുള്ള ജൂനിയർ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ വേണ്ട ഒരു മേൽനോട്ടം വയ്ക്കാം, അല്ലെങ്കിൽ അവരെ ട്രെയിനിങ് ചെയ്യിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്കറിയാം ഈ പറയുന്ന ICUവില് ഓൺ ഡ്യൂട്ടി, ഫുൾ ടൈം ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നതും അവരും ഈ പറയുന്ന ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ് ആണ്, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ഞാൻ നല്ല പറഞ്ഞില്ലേ, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അതിനുശേഷമാണ് പിന്നീട് അവരൊരു ഇൻഡിപെൻഡന്റ് ഡോക്ടർ അഥവാ കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെ അടുത്തത് എന്താണ്? ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ICU എക്യുപ്മെന്റ്സ് അല്ലെ. അതായത് ICUവിന്റെ എക്യുപ്മെന്റ്സുകൾ അത് പർച്ചേസ് ചെയ്യുന്നതിനും വാങ്ങുന്നതിനും അതുപോലെ തന്നെ സേവനങ്ങൾ നൽകുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് ICU ഇൻചാർജ് എന്ന് പറയുന്നത്. മനസ്സിലായത്? അവിടെയുള്ള എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിനും വേണ്ടത്ര സേവനങ്ങളൊക്കെ നൽകുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ICU ഡയറക്ടർ അഥവാ ICU ഇൻചാർജ് എന്ന് പറയുന്നത്. അടുത്തത് ഷുഡ് ഇനീഷിയേറ്റ് ദ റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. എന്താണ് പറയുന്നത്? ഷുഡ് ഇനീഷിയേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അതായത് പല ഈ ICUവുമായിട്ട് ബന്ധപ്പെട്ട പല റിസർച്ചുകളും ഇനീഷ്യേറ്റ് ചെയ്യണം. അത്തരം റിസർച്ചുകളെയൊക്കെ എന്താ പറയുക, ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അത് മാത്രമല്ല ഒരു അതോറിറ്റി ആയിട്ട് അതിനെ അംഗീകരിക്കുകയും വേണം. ഇപ്പൊ നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ലബോറട്ടറി സർവീസസ് ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ റിസർച്ചിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ, ലാബ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ICU ഇൻചാർജിനും ഈ ICUവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ട്രയൽസ് ഒക്കെ നടത്തുന്നതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള റിസർച്ച് ട്രയൽസ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? അതായത് ഈ പറയുന്ന നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന പുതിയ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ സേഫ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റിസർച്ച് ട്രയൽസ് ഒക്കെ എടുക്കുന്നത്. പിന്നെ മാത്രമല്ല, അങ്ങനെ ആ ഒരു ഇവാലുവേഷൻ നടത്തിയാൽ മാത്രമാണ് ഇനി ഫ്യൂച്ചർ വരുന്ന പേഷ്യൻസിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കുമോ
ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. വെറുതെ ഒരു സേവനം കൊടുക്കുന്നതിന് മാത്രം കാര്യമില്ലല്ലോ. അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ റിസർച്ച് ട്രയൽസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള റിസർച്ച് ട്രയൽസിലൊക്കെ ഇനിഷ്യേറ്റ് എടുക്കണം. അതിനൊരു മുൻപന്തിയിൽ നിൽക്കുന്ന ആളാവണം. അത് മാത്രമല്ല അതിനൊരു അതോറിറ്റി ആയിട്ട്, ഒരു അധികാരിയായിട്ട് തന്നെ അത്തരം റിസർച്ച് കാര്യങ്ങളെ അംഗീകരിക്കുകയും വേണം. അത് ഇൻചാർജിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായല്ലോ? അടുത്ത എന്താ പറയുന്നത്? ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അതാണ് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അതായത് ഈ പറയുന്ന എല്ലാ ചികിത്സാ രീതികളും എന്ത് ചെയ്യണം? ജീവനക്കാരുമായിട്ട് അവലോകനം ചെയ്തിരിക്കണം. എന്താണ് പറയുന്നത്? ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ. റെജിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രീറ്റ്മെന്റ് റെജിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരിചരണത്തിന്റെ ഒരു ക്രമം. മനസ്സിലായോ? ആ ഒരു പരിചരണത്തിന്റെ ഒക്കെ ചിട്ടവട്ടങ്ങളും മറ്റും ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് റെജിമെൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അത്തരത്തില് എല്ലാ ചികിത്സാ ക്രമങ്ങളെ കുറിച്ചും ഈ പറയുന്ന ICU സ്റ്റാഫുകളുമായിട്ട് അവലോകനം ചെയ്യണം, റിവ്യൂ ചെയ്യണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ്. കാര്യം നമുക്കറിയാം, ICU യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരാളല്ല അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ഒത്തിരി ആൾക്കാരാണ്, നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞതല്ലേ. അവരൊക്കെ എല്ലാവരെയും ഒരേ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് അവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താനായിട്ട് പറ്റുള്ളൂ. ഇത്രയും ഉത്തരവാദിത്തങ്ങളാണ് ആർക്കുള്ളത്? ICU ഇൻചാർജിനുള്ളത്. ഇനി അടുത്ത റെസ്പോൺസിബിലിറ്റി വേറെ ആൾക്കാരുടെ പറയുമ്പോൾ അതും ഇതുമായിട്ട് കൂട്ടിക്കുഴഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകരുത് കേട്ടോ. അത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞത് ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, ഒരു പ്രതിനിധിയാണ് ICU ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തി. പിന്നെ മാത്രമല്ല, രോഗികൾക്ക് ഒരു ക്ലിനിക്കൽ പരിചരണത്തിന്റെ തുടർച്ച നൽകുന്നതാണ്. ഒരു തരത്തിലും അവരുടെ പരിചരണത്തിന് ബ്രേക്ക് ആവാതെ നല്ല രീതിയിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ICU ഇൻചാർജ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രോഗി പരിചരണത്തിലും പിന്നെ ഈ പറയുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതിലും ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആവശ്യമായിട്ടുള്ള ജൂനിയർ സ്റ്റാഫുകളെ അവരെ സൂപ്പർവൈസ് ചെയ്യുകയും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അധ്യാപനം കൊടുക്കുക. ഈ പറയുന്ന ICU ഇൻചാർജ് ഒരു ഡോക്ടറാണ്, മനസ്സിലായത്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ്. അവർക്ക് ജൂനിയർ ആൾക്കാരെ മെഡിക്കൽ സ്റ്റാഫുകളെ പഠിപ്പിക്കണം, അവരെ ടീച്ച് ചെയ്യണം, അതുപോലെ അവരുടെ റിസർച്ചിന്റെ കാര്യങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരിയേറെ ഡ്യൂട്ടീസ് അവർക്കുണ്ട് കേട്ടോ. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. നാലാമത്തെ പോയിന്റ് പറഞ്ഞത് ICU എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ വാങ്ങുന്നതിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിലും ഉത്തരവാദിത്തമുണ്ട് ആർക്ക്? ഇൻചാർജിന്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന റിസർച്ച് ട്രയൽസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിലും അത്തരം റിസർച്ച് ട്രയൽസിനൊക്കെ വളരെ നല്ല രീതിയിൽ ഒരു അതോറിറ്റി ആയിട്ട് അംഗീകരിക്കുകയും വേണം. പിന്നെന്താണ്? എല്ലാവിധ ചികിത്സാ ക്രമങ്ങളും അല്ലെങ്കിൽ ചികിത്സാ രീതികളും ആ ഒരു ICUവിലെ ജീവനക്കാരുമായിട്ട് അവലോകനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്രയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ICU ഇൻചാർജിന് ഉള്ളത്. അപ്പോൾ അത് കൺഫ്യൂഷൻ വരില്ല. കാര്യം എന്താ വെച്ചാൽ ICU ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സാധാരണ ഒരു നോർമൽ അല്ല, ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള വലിയ പ്രൈമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ളതായിട്ട് കൺഫ്യൂസ്ഡ് ആവാതെ കൺഫ്യൂഷൻ വരില്ലായിരിക്കാം എന്ന് വിചാരിക്കാം. അടുത്ത എന്താണ്? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് എടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ അവർ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഇത് പോയിന്റിലെ കാണുന്ന ICUവിന്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോഴും ലാബ് ലബോറട്ടറി സർവീസസ് പഠിച്ചപ്പോഴും ഒക്കെ അവിടെ എല്ലാം അഡ്മിനിസ്ട്രേഷന്റെ ഒരു എന്താ പറയാ ഉറപ്പാക്കേണ്ട കുറെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തും അത് വരുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് നോക്കുക. അല്ലാട്ടാ, എ ആണ്, ആനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വേണ്ടി കഴിഞ്ഞിട്ട് എ സ്യൂട്ടബിൾ എൻവിയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി ഇതാണ് പറയുന്നത്. സ്യൂട്ടബിൾ എൻവിയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി, അതായത് ഒരു രോഗിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് ആരാണ്?
അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്താണ് പറഞ്ഞത്? ഒരു രോഗിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതം ഉറപ്പുവരുത്തുന്ന ഒരു അന്തരീക്ഷം അത് കൊടുക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. കേട്ടല്ലോ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്. സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് ഈ പറയുന്ന ഐസിയുവിനകത്തുള്ള എല്ലാ റിസോഴ്സസുകളും പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിൽ, അതായത് ശരിയായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവിധ ധാരാളമായിട്ടുള്ള റിസോഴ്സസുകൾ ഉറപ്പുവരുത്തണം. അത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. കുറെ എക്യുപ്മെന്റ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതെല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. ഇനി അത് ആവശ്യത്തിന് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഈ പറയുന്ന പോലെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടാവുകയും വേണം, വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുകയും വേണം. കേട്ടോ. അപ്പൊ അത് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ അടുത്തത് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് ആണ് ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ആംപിൾ എന്ന വേർഡ് നമ്മൾ മുന്നേ പഠിച്ചതാണ് കേട്ടോ. ആംപിൾ എന്ന് പറഞ്ഞാൽ മതിയാവോളം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ആവശ്യത്തിനനുസരിച്ച് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ അതെ മതിയാണ് കേട്ടോ, മതിയാവോളം. ആംപിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം, അതായത് ആ ഒരു ഐസിയുവിനകത്ത് ആവശ്യത്തിനനുസരിച്ച് സ്കിൽഡ് ആയിട്ടുള്ള, പ്രൊഫഷണലി എക്സ്പേർട്ട് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്നാൽ മാത്രമാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അടുത്തത് നാലാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം, അതായത് ശരിയായിട്ടുള്ള ഒരു സംവിധാനം ഉൾപ്പെടുന്ന പരിചരണ നിലവാരം ഉറപ്പാക്കണം. ശരിയായിട്ടുള്ള റെഫറൽ സംവിധാനം ഉൾപ്പെടുന്ന ഒരു പരിചരണ നിലവാരം ഉറപ്പാക്കേണ്ടത് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ശരിയായ റെഫറൽ സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഐസിയു അഡ്മിഷൻ, അതിനൊക്കെ നിശ്ചിതമായിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ചുമ്മാ ഒരാളെ പിടിച്ച് നമുക്ക് ഐസിയുലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതുപോലെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരം ശരിയായിട്ടുള്ള റെഫറൽ സംവിധാനത്തിലായിരിക്കണം ഐസിയുലേക്കുള്ള അഡ്മിഷനും ട്രീറ്റ്മെന്റുകളൊക്കെ നടക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ, അല്ലെ, നല്ലൊരു പരിചരണ നിലവാരവും ഉറപ്പുവരുത്തണം. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാംസ്. എന്താണ്? ഈ പറയുന്ന ഗുണമേന്മ ഉറപ്പു നൽകുന്ന പരിപാടികളെല്ലാം തന്നെ എന്താണ് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു പോയിന്റ് പോലെ പറയുന്നു, ഗുണമേന്മയുള്ള സർവീസ് കൊടുക്കണം, അത് ഉറപ്പാക്കണം. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ പറയുന്നത് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഈ പറയുന്ന അഡ്മിഷനും ഐസിയു അഡ്മിഷനും അതുപോലെ ഡിസ്ചാർജിനും ഒക്കെ ആയിട്ട് ശരിയായിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ 6 പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്, രോഗിയുടെ സുരക്ഷിതത്വത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തണം. രണ്ടാമത്തത് ഐസിയുലുള്ള ഈ പറയുന്ന എല്ലാ റിസോഴ്സസും എന്നല്ല, ആവശ്യത്തിനനുസരിച്ചുള്ള റിസോഴ്സസ്, അത് നല്ല പ്രവർത്തനക്ഷമമായിട്ടുള്ള, നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള റിസോഴ്സസുകൾ ഉണ്ടാകണം എന്നുള്ളത് അത് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഐസിയുവിനകത്ത് വേണ്ടത്ര മതിയാവോളം ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫ്, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് ടീമും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ എല്ലാ ശരിയായ റെഫറൽ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആരോഗ്യ പരിചരണ നിലവാരം ഉറപ്പാക്കണം. പിന്നെ വളരെ ഗുണമേന്മ നൽകുന്ന പരിപാടികൾ അറേഞ്ച് ചെയ്യണം. പിന്നെന്താണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഐസിയു അഡ്മിഷനും അതുപോലെ ഡിസ്ചാർജ് നടപടിക്കൊക്കെ ശരിയായിട്ടുള്ള നയങ്ങൾ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന പോലെ ഐസിയു അഡ്മിഷൻ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഡിസ്ചാർജിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിനൊക്കെ കൃത്യമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഐസിയു സെക്രട്ടറി. എന്താണ് ഡ്യൂട്ടീസ് ഓഫ് ഐസിയു സെക്രട്ടറി? ഒരു ഐസിയു സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അപ്പൊ ഡ്യൂട്ടീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐസിയു സെക്രട്ടറി നമുക്ക് ആരാണെന്ന് അറിയണ്ടേ, എന്നിട്ട് വേണ്ടേ അയാളുടെ ഡ്യൂട്ടീസ് നമ്മൾ പഠിക്കാനായിട്ട്.
അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ഫസ്റ്റ് പറയാം എന്നിട്ട് എഴുതിയാൽ മതി. ICU സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ICUവിൽ വർക്ക് ചെയ്യുന്ന, ICUവില് വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ഡോക്ടർ ഒന്നും അല്ല കേട്ടോ. ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡോക്ടർ ഒന്നും അല്ല. അവര് വന്നിട്ട് ICUവിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അതെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പറയുന്ന പേഷ്യൻസിനും പിന്നെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളെ മാത്രമല്ല പേഷ്യൻസിനെയും മറ്റ് പല മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്തുണയ്ക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് രോഗികളെയും മറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയും അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളെയൊക്കെ പിന്തുണയ്ക്കുന്ന ICUവിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലിനെയാണ് നമ്മൾ ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഡോക്ടർ ഒന്നും അല്ലാതെ തന്നെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട, നല്ല ഡോക്ടറാണോ? ഡോക്ടർ അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ. അപ്പൊ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, ICU സെക്രട്ടറി ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് അവരുടെ ഡ്യൂട്ടീസ് പഠിക്കാം. എഴുതിക്കോളൂ കേട്ടോ, ICU സെക്രട്ടറി. സെക്രട്ടറി സ്പെല്ലിംഗ് അറിയാലോ, SECRETAR. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ICU സെക്രട്ടറി. ഹൈഫിലിട്ട് എഴുതിക്കോളൂ. ICU സെക്രട്ടറി is a unit secretary, 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 unit secretary, who works, WORKS, works in an ICU, are administrative professionals. Spell ചെയ്യാം. Administrative, ADMINISTRATIVE. കറക്റ്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ്, PROFESSIONALS, administrative professionals who support, WHO, support, support patients, 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 and medical staff, medical staff, staff, staff in hospitals, and other, OTHER, other. എന്താണ് ജയലക്ഷ്മി? ടൈപ്പ് ചെയ്യാനോ? ഞാൻ പറഞ്ഞു തരാം, സ്പെല്ല് ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ ഞാൻ സ്പെല്ല് ചെയ്ത് പറഞ്ഞു തരാം. കാര്യം എന്താന്ന് വെച്ചാലേ, നമ്മള് ടൈപ്പ് ചെയ്യുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികളില്ലേ, അവർക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് സ്പെല്ല് ചെയ്യാന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ ജയലക്ഷ്മി, മിസ്സാവില്ല. എന്താണ് പ്രൊഫഷണൽ പറഞ്ഞുതരാം കേട്ടോ. ഷർഫ് മിസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് അതർ വരെ എഴുതിയില്ലേ നിങ്ങള്? അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, MEDICAL, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, DEPARTMENTS. ആദ്യം സി ഒക്കെ എഴുതി വിടുന്നുണ്ട്. ഒന്നുകൂടെ പറയാം കേട്ടോ ജയലക്ഷ്മി, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നമ്മൾ ICU സെക്രട്ടറി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റേ ലബോറട്ടറി സർവീസസ് എടുത്തപ്പോ ടൈപ്പ് ചെയ്യാണ് ചെയ്തത്. പിന്നീടാണ് എനിക്ക് തോന്നിയത് ടൈപ്പ് ചെയ്യുമ്പോൾ ലൈവിലുള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ, പക്ഷെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് കിട്ടില്ല അത്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കറക്റ്റ് ആയിട്ട് സ്പെല്ല് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കാം. ICU സെക്രട്ടറി ആരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ICU സെക്രട്ടറി സ്പെല്ലിംഗ് SECRETARY, സെക്രട്ടറി ഈസ് എ യൂണിറ്റ് സെക്രട്ടറി, UNIT secretary who works in an ICU, are administrative
അഡ്മിനിസ്ട്രേറ്റീവ്, ADMINISTRATIVE, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ്, PROFESSIONALS, പ്രൊഫഷണൽസ് who support, SUPPORT, സപ്പോർട്ട് എല്ലാവരും എഴുതി വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ എഴുതിയെടുക്കാൻ എളുപ്പമുണ്ട്. who support patients and medical staff in hospitals and other medical departments. കിട്ടിയോ ജയലക്ഷ്മിക്ക്? കുറെ പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാനുണ്ടോ? ICU secretary is a unit secretary who works in an ICU. അദ്ദേഹം ICU വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ സാധ്യത മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ലാസ്റ്റ് അങ്ങനെയാണ്. അപ്പൊ ICU secretary is a unit secretary who works in an ICU. അവർ ICU വർക്ക് ചെയ്യുന്ന ആളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ് ആണ്. ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ് ആണ്. ഹു സപ്പോർട്ട് പേഷ്യൻസ്, അവര് പേഷ്യൻസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റലിലെ മറ്റ് മെഡിക്കൽ സ്റ്റാഫ്, അതായത് ഈ പറയുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെന്താണ്? അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഹോസ്പിറ്റലിലുള്ള മറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗികളെ സപ്പോർട്ട് ചെയ്യുന്നു, മെഡിക്കൽ സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ICUവിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത്? ICU സെക്രട്ടറി. കിട്ടിയോ നിങ്ങൾക്ക്? എഴുതിയെടുത്തോ എല്ലാവരും? എഴുതിയെടുത്തോ? കിട്ടിയില്ലേ? ശരി. അപ്പോ ഇദ്ദേഹത്തിന് ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഫോണൊക്കെ വരുമ്പോ അതിനെ ആൻസർ ചെയ്യുക, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുക, അതുപോലെ ഈ പറയുന്ന പേഷ്യൻസിന്റെ ബില്ലിങ്, പേയ്മെന്റ്സ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ ഈ പേഷ്യൻസിനെ പെൻസിലൊക്കെ പ്രവേശിപ്പിക്കുകയാണ് എന്തെങ്കിലും സാഹചര്യത്തിൽ അവരുടെ ഫോമുകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ ഫില്ല് ചെയ്യാനായിട്ട് ഈ പറയുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ അവരുടെ ഇൻഷുറൻസ് ഒക്കെ റിവ്യൂ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ എമർജൻസി സിറ്റുവേഷൻ, അടിയന്തര സാഹചര്യങ്ങളിൽ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫുകളെയൊക്കെ അസിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒത്തിരിയേറെ ഡ്യൂട്ടീസ് ആണ് ICU സെക്രട്ടറിക്ക് ഉള്ളത്. ICU സെക്രട്ടറി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡോക്ടർ അല്ല, ഈസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ പോയിന്റിലോട്ട് വരാം. നമ്മൾ പഠിക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. പറയുന്ന ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഓക്കെ, ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ whom family members. എന്താണ് പ്രശ്നം? എല്ലാവർക്കും എഴുതാൻ പറ്റിയില്ലേ? എഴുതാൻ കിട്ടുന്നില്ല? ഞാൻ പറഞ്ഞ നോട്ട്സ് ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും? കുറെ പേര് നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെ ഓൾറെഡി ടൈപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ശരി, ഞാൻ സ്പെല് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാതെ വരരുതെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ ടൈപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ നമ്മളെ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അത് കിട്ടാതെ വരും. അതുകൊണ്ടാണ് കേട്ടോ സ്പെല് ചെയ്ത് പറയുന്നത്. ശരി, ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അഥവാ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. A unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. ഇത് എന്താ പറയുന്നതെന്ന് അറിയാമോ? അതായത് സാധാരണയായിട്ട് ഈ ICUലോട്ട് വരുന്ന ഈ പറയുന്ന അവരുടെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങള് അല്ലെങ്കിൽ സന്ദർശകരൊക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ആള് എന്ന് പറയുന്നത് ഈ പറയുന്ന ICU സെക്രട്ടറി ആണ്. ഓക്കെ, ICU സെക്രട്ടറി ആണ്. അദ്ദേഹത്തിനെയാണ്, അതെ ജോലി കറക്റ്റ് ആണ്. ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ICU സെക്രട്ടറിയാണ് കേട്ടോ. അടുത്തത്
രണ്ടാമത്തെ പോയിന്റ്, അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൾ മെസ്സേജസ് പ്രോപ്പർലി. അതായത് ഈ പറയുന്ന കോൾസ് വരുമ്പോഴൊക്കെ അതെല്ലാം ശരിയായിട്ട് അറ്റൻഡ് ചെയ്യുക, അതുപോലെ മെസ്സേജസുകളെല്ലാം കൃത്യമായിട്ട് ശരിയായിട്ട് പാസ് ചെയ്യുക, കൈമാറുക. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്, ICU സെക്രട്ടറിയുടെ യൂണിറ്റ് ആണ്. കാരണം ICU ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൾസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ കോൾസിനൊക്കെ ആൻസർ ചെയ്യാനും ആ ഒരു മെസ്സേജ് ആരൊക്കെയാണ് അറിയിക്കേണ്ടത് അവര് കൃത്യമായിട്ട് അറിയിക്കുക, അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത് എന്താണ്? അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. എന്താണ് പറയുന്നത്? അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം. അപ്പൊ വരുന്ന ആൾക്കാരെ അവരെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ICU സെക്രട്ടറി. അത് മാത്രമല്ല അവരുടെ ക്ലയന്റ് എന്താണോ, വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ നമ്മൾ ക്ലയന്റ് എന്നാണ് പറയുക. ആ ക്ലയന്റിന് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും അതിനെ ശ്രദ്ധിക്കാനും ഒക്കെ ആർക്കാണ് ഉത്തരവാദിത്വമുള്ളത്? ICU സെക്രട്ടറിക്കാണ്. മനസ്സിലായല്ലോ? ICUമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ വരുന്ന ആൾക്കാരെ കറക്റ്റ് ആയിട്ട് ഗ്രീറ്റ് ചെയ്യുക, അവിടെ അതുപോലെ വരുന്ന ക്ലയൻസിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ശ്രദ്ധ നൽകാനുമുള്ള ഒരു ഉത്തരവാദിത്തം ഉള്ള ആളാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ദ സെക്രട്ടറി ഈസ് ലയബിൾ ടു ആൻസർ ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് general information such as the visiting hours for the ICU. എന്താണ് പറയുന്നത്? ലയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബാധ്യത എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ലയബിൾ എന്ന് വെച്ചാൽ ബാധ്യത എന്നാണ് അർത്ഥം. അതായത് ഈ പറയുന്ന ICUമായിട്ട് അതെ ബാധ്യതയാണ് കേട്ടോ. ബേസിക് ക്വസ്റ്റ്യൻസ്, എന്ത് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്? ICUമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള ഒരു ബാധ്യസ്ഥത ആർക്കുണ്ട്? ICU സെക്രട്ടറിക്കുണ്ട്. അത് മാത്രമല്ല ICUവിന്റെ സന്ദർശന സമയം സന്ദർശന സമയം അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു അറിവ് നൽകാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സേവനങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ നൽകാനുള്ള ഒരു ഉത്തരവാദിത്വം ICU സെക്രട്ടറിക്കാണ് ഉള്ളത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ICUമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് അതിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയാനും അതുപോലെ ICUവിന്റെ സന്ദർശന സമയവുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകാനുമുള്ള ഒരു ഉത്തരവാദിത്തം ICU സെക്രട്ടറിക്കാണ് ഉള്ളത്. അടുത്ത പോയിന്റ്, ഇഫ് cannot provide the information concerning the medical status of a patient, it is the secretary who helps point the customers in the right direction and refers them to other staff members if needed. ഒന്നുകൂടെ വായിക്കാം. If cannot provide information concerning the medical status of a patient, it is the secretary who helps point the customers in the right direction and refers them to other staff members if needed. അതായത് ഇപ്പം രോഗിയുടെ ആരോഗ്യ നിലവാരത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയാത്ത പക്ഷം അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ICU സെക്രട്ടറിയാണ് വരുന്ന കസ്റ്റമേഴ്സിനെ, ഉപഭോക്താക്കളെ ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നത്. അത് മാത്രമല്ല അവർക്ക് ആവശ്യമെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള ജീവനക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു പാത അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ICU സെക്രട്ടറിയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ICU പ്രവേശിപ്പിച്ചൊരു രോഗി അവരുടെ ബന്ധുജനങ്ങളും മറ്റുള്ളവരൊക്കെ വളരെ അക്ഷമരായിട്ടായിരിക്കും പുറത്തിരിക്കുന്നുണ്ടാവുക അല്ലെ. അവരുടെ അവസ്ഥ എന്താണ്, കാര്യങ്ങളാണെന്നൊക്കെ അറിയാം. ഇപ്പോഴും പ്രവേശനമുള്ള ഒരു സ്ഥലമല്ല ICU എന്ന് പറയുന്നത്. അപ്പൊ ഈ രോഗിയെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേഷൻസും പുറത്തിരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്തിരിക്കണം അല്ലെ. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ രോഗിയെ സംബന്ധിക്കുന്ന ആരോഗ്യ നിലവാരം അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ശരിയായ രീതിയിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ICU സെക്രട്ടറിയാണ് അവരെ ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് നയിക്കേണ്ടതും അതുപോലെ ആവശ്യമെങ്കിൽ അവരെ മറ്റ് ജീവനക്കാരുമായിട്ട് റെഫർ ചെയ്യാനുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ടതും ICU സെക്രട്ടറിയാണ്. മനസ്സിലായല്ലോ? അടുത്തതാണ് പെർഫോം ദ ക്ലറിക്കൽ ടാസ്ക് അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. അതായത് ഈ പറയുന്ന ക്ലറിക്കൽ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻട്രി ജോലി കറക്റ്റ് ആണ്. ഈ പറയുന്ന ബെഡ് സ്റ്റാറ്റസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, പേഷ്യന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ലിങ്സ്, പേയ്മെന്റ്സ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. ഇൻഷുറൻസ് അത് ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ക്ലറിക്കൽ ജോലികളൊക്കെ കൃത്യമായിട്ട് അവര് നടത്തണം. ഈ പറയുന്ന കമ്പ്യൂട്ടറിനകത്ത് ബെഡ് സ്റ്റാറ്റസ് ഒക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. അതൊക്കെ ICU സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്.
അടുത്തത് മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ഫയൽസുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, പരിപാലിക്കണം, അതുപോലെ ഓർഗനൈസ് ചെയ്യണം. ഇതൊക്കെ ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ പറയുന്നത് വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് ദ കെയർ സർവീസസ്. അതായത് ഈ പരിചരണ സേവനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് വകുപ്പുകളുമായിട്ട് പ്രവർത്തിക്കണം, മറ്റു വകുപ്പുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കണം. ഈ പറയുന്ന പരിചരണ സേവനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യണം, അവരെ സഹകരിച്ച് പ്രവർത്തിക്കണം. അതിനുള്ള ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ICU സെക്രട്ടറി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി ആരാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. ഹീസ് എന്താണ് വർക്സ് ഇൻ ICU എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്, ഹു സപ്പോർട്ട്സ് ദ പേഷ്യൻസ്, മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് പറയുന്നത്? ഈ പറയുന്ന നമ്മൾ സാധാരണയായിട്ട് ഒരു ICUലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന രോഗിയുടെ വിഭാഗങ്ങളും സന്ദർശകർക്ക് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ICU സെക്രട്ടറി ആണ്. അതോടൊപ്പം തന്നെ വരുന്ന കോഴ്സുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയും സന്ദേശങ്ങളെ പ്രോപ്പറായിട്ട് എന്താ പറയാ കൈമാറ്റം ചെയ്യുകയും ചെയ്യണം. അതുപോലെ വരുന്ന ആളുകളെ അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യണം. പിന്നെ ക്ലയന്റിന് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി അത് ഡിറ്റർമിൻ ചെയ്ത് അവരെ ശ്രദ്ധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ICU സെക്രട്ടറിക്കുണ്ട്. പിന്നെ ഈ പറയുന്ന ഈ ICUമായിട്ട് ബന്ധപ്പെട്ട സാധാരണ വരുന്ന എന്തെങ്കിലും അന്വേഷണങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ആൻസർ കൊടുക്കണം. അതോടൊപ്പം തന്നെ ICU സന്ദർശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പൊതുവായുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ICU സെക്രട്ടറിയാണ്. ഏതെങ്കിലും കാരണവശാൽ പേഷ്യൻസിന്റെ ഒരു ആരോഗ്യ നിലവാരത്തെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു അറിവ്, ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സന്ദർശകർക്കോ ലഭിക്കാത്ത പക്ഷം, ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് നയിക്കേണ്ടത്, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും, ഇനി ആവശ്യമെങ്കിൽ മറ്റു ജീവനക്കാരുമായിട്ട് അവരെ കണക്ട് ചെയ്യാനും അവരെ റെഫർ ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും ICU സെക്രട്ടറിയാണ്. പിന്നെ ഈ പറയുന്ന ICUമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ ജോലികള്, പിന്നെ പറയുന്ന ബെഡിന്റെ ഒരു സ്റ്റാറ്റസ്, ICUയുടെ ബെഡ് സ്റ്റാറ്റസ് ഒക്കെ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ, ഫയൽസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അവയെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പരിചരണ സേവനങ്ങൾ നല്ല രീതിയിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ഇതെല്ലാം തന്നെ ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 1-2 നോട്ട്സ് നിങ്ങൾക്ക് തരാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തരാൻ പറ്റിയിരുന്നില്ല, അപ്പൊ അതൊന്ന് എഴുതിയെടുക്കണം. അപ്പോ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് മുസില ഒന്നുകൂടെ പറയുന്ന? ഏതാണ് പറയേണ്ടത്? റെസ്പോൺസിബിലിറ്റീസ് ആണോ? ഒന്നുകൂടെ പറയാം കേട്ടോ. ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. ഇന്ന് 12 മണി വരെ ഉണ്ട് കേട്ടോ ക്ലാസ്. ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് 12 മണി വരെ ഡ്യൂട്ടീസ്. ഞാൻ പറയാം കേട്ടോ മിക്സിന് ഒന്നുകൂടെ പറയാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്നലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ICU പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനകത്ത് 2 ഇതുണ്ടല്ലോ. ഓപ്പൺ യൂണിറ്റ് ICU നമ്മൾ പറഞ്ഞു, മറ്റേ ക്ലോസർ യൂണിറ്റ് ICU പറഞ്ഞു. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെന്റൻസിൽ എഴുതി തരാം. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഫോർ റെഫറൻസ് ആണ് കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ICU എന്താണെന്നും ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണെന്നുള്ളതും ഒന്ന് എഴുതി എടുക്കും. ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ സ്പെല്ല് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കണേ. ഓപ്പൺ യൂണിറ്റ് ICU എന്താണ് മാറ്റി? ഇല്ല 12 വരെ ഇല്ല കേട്ടോ. 1.5 മണിക്കൂർ 12 മണി വരെ ഉള്ളൂ. ശരിക്കും ആതിര മിസ്സാണ് കയറേണ്ടിയിരുന്നത്. മിസ്സിന് ഒരു അർജൻസി വന്നു, രാവിലെയാണ് ഇൻഫോം ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ മിസ്സായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോ എഴുതിക്കോളൂ കേട്ടോ. ഓപ്പൺ യൂണിറ്റ് ICU. ഓപ്പൺ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലെ ICUവിനെ നമ്മള് ഓപ്പൺ യൂണിറ്റ് ആക്കിയിട്ട് ക്ലോസ്ഡ്. അതിൽ ഓപ്പൺ യൂണിറ്റ് എന്താണെന്ന് ക്ലോസ്ഡ് യൂണിറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എഴുതാം ഓപ്പൺ യൂണിറ്റ്, ഹൈഫൺ ഇടാ, എഴുതിക്കോളൂ. പ്രൈമറി ഫിസിഷ്യൻ, പ്രൈമറി PRIMARY, പ്രൈമറി ഫിസിഷ്യൻ, PHYSICIAN, physician. Primary physician is
responsible for RESPONSIBLE responsible for admission ADMISSION admission, comma, treatment TREATMENT treatment, and discharge എന്ന് പറയില്ലേ, DISCHARGE discharge of the patient ഒന്നുകൂടെ പറയാണ്. പ്രൈമറി ഫിസിഷ്യൻ, അതെ കറക്റ്റ് ആണ് കേട്ടോ, സിയാജ്വ എന്നൊക്കെ എഴുതിയത് കറക്റ്റ് ആണ്. പ്രൈമറി ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ അഡ്മിഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. ഓപ്പൺ യൂണിറ്റിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവിടെ പ്രൈമറി ഫിസിഷ്യൻ ആണ് ഈ പറയുന്ന രോഗിയുടെ പ്രവേശനവും ഈ ICUലോട്ടുള്ള പ്രവേശനവും അതുപോലെ അവരുടെ പരിചരണവും ഡിസ്ചാർജും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആള് പ്രൈമറി ഫിസിഷ്യൻ ആണ്. പക്ഷെ അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് അറിയാം അല്ലെ, ഡ്രോബാക്ക് ആണ്. കാര്യം ഫിസിഷ്യൻ എന്ന് പറയുന്നത് എന്തല്ല, നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റൻസീവ് കെയർ അല്ല, ഇന്റൻസീവ് കെയറിൽ സ്പെഷ്യലൈസ്ഡ് അല്ല. അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആണ്. സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചത് കേട്ടോ. അടുത്തതാണ് ക്ലോസ്ഡ് യൂണിറ്റ്. ശരിയാണ് കേട്ടോ സാധ്യത, കറക്റ്റ് ആണ്, എഴുതിയെടുത്തോളൂ. കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് ക്ലോസ്ഡ് യൂണിറ്റ് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് എഴുതി വെച്ചോളൂ. റെസ്പോൺസിബിലിറ്റി RESPONSIBLE responsibility for admission ADMISSION admission, comma, treatment TREATMENT treatment, and discharge of the patient, discharge 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 of the patient patient is transferred 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 to a specialized 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 ICU team TEAM team. ഒന്നുകൂടെ വായിക്കാണ്. കറക്റ്റ് ആണ് കേട്ടോ. സാദിര, സിയ, അജ്വ, ഗംഗ, അശ്വിത്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. റെസ്പോൺസിബിലിറ്റി ഫോർ അഡ്മിഷൻ, treatment and discharge of the patient is transferred to a specialized ICU team. എന്ന് പറഞ്ഞാൽ ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? ക്ലോസ്ഡ് യൂണിറ്റിലാവുമ്പോൾ ഈ പറയുന്ന രോഗിയുടെ പ്രവേശനം, അയാളുടെ ട്രീറ്റ്മെന്റ്, അയാളുടെ ഡിസ്ചാർജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്? ICU ടീമിലോട്ടാണ്, അഥവാ ഇന്റൻസിവിസ്റ്റുകളിലേക്കാണ്. അതാണ് ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓപ്പൺ യൂണിറ്റ് പോലെ, ഓപ്പൺ യൂണിറ്റ് ആകുമ്പോൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത് പ്രൈമറി ഫിസിഷ്യൻ. അതാണ് അവ തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ആരാണോ അവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് അതാണ് കേട്ടോ വ്യത്യാസം എന്ന് പറയുന്നത്. കിട്ടിയില്ല? പിന്നെ വേറൊരു കാര്യം, ഇന്നലെ നമ്മള് ക്ലാസ്സിനകത്ത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു. ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒത്തിരി പേര് ഡയഗ്നോസിസ് എങ്ങനെയാണ്, പ്രോഗ്നോസിസ് എന്താണ് എന്നൊക്കെ പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഫോർ റെഫറൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായിക്കുന്ന സമയത്ത് റെഫറൻസിന് വേണ്ടിയിട്ട് തരുന്നു മാത്രം. അപ്പൊ ഞാൻ പറയുന്നത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ഇല്ലേ, അതായത് ICUലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ ചില ഫാക്ടേഴ്സിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. അതിനകത്ത് കുറച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു പ്രയോറിറ്റൈസേഷൻ ആണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് ആണ്. പിന്നെ ഡയഗ്നോസിസ് പറഞ്ഞു, പ്രോഗ്നോസിസ് പറഞ്ഞു, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് പറഞ്ഞു, ബെഡ് അവൈലബിലിറ്റി പറഞ്ഞു. അതിനകത്ത് ഒരു ഡൗട്ട് വന്നത് ഡയഗ്നോസിസ് എങ്ങനെയാണ്, പ്രോഗ്നോസിസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അതൊന്നും ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ, ഒന്ന് എഴുതി വെച്ചോളൂ. ഡയഗ്നോസിസ് എങ്ങനെയാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയക്ക് ഒരു ഫാക്ടർ ആകുന്നത് എഴുതിക്കോളൂ കേട്ടോ, എഴുതിക്കോളൂ. Diagnosis is a DIAGNOSIS. Diagnosis is a factor ഘടകമാണെന്ന് FACTOR factor in intensive care unit. അതായത് ICU എഴുതിയാൽ മതി കേട്ടോ. ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU. അഡ്മിഷൻ ക്രൈറ്റീരിയ ഒന്നുകൂടെ വായിക്കാം. ഡയഗ്നോസിസ് ഈസ് എ ഫാക്ടർ ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഡ്മിഷൻ ക്രൈറ്റീരിയ. ഫുൾ സ്റ്റോപ്പ് ഇടുക. നെക്സ്റ്റ് സെന്റൻസ് എഴുതാം. സം ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് ഫാക്ടർ ആവുന്നതെന്ന്. സം ഡയഗ്നോസിസ്, സം SOME സം ഡയഗ്നോസിസ് DIAGNOSES diagnosis that may require may require require ICU admission include INCLUDE include. ഇനി താഴേക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഒന്ന് രണ്ട് പോയിന്റ്സ്. അത് വേണമെങ്കിൽ 1 2 3 4 എന്ന് ഇടാം, അല്ലെങ്കിൽ വെറുതെ ഒരു ആരോ പോലെ എഴുതിയാലും മതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് ആരോയിൽ എഴുതിക്കോളൂ. GI ബ്ലീഡിങ്, ജിയും ഐയും ക്യാപിറ്റലും കൊടുക്കുക കേട്ടോ. GI ബ്ലീഡിങ് എന്താ സംഭവം? ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിങ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് കൊണ്ടാണ് ഞാൻ GI എന്ന് പറഞ്ഞത് കേട്ടോ. GI ബ്ലീഡിങ് BLEEDING. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിങ് ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം. രണ്ടാമത്തെ ആരോ, അതായത് രണ്ടാമത്തെ പോയിന്റ് അക്യൂട്ട് സ്ട്രോക്ക് ACUTE അക്യൂട്ട് സ്ട്രോക്ക്. പക്ഷാഘാതം STROKE സ്ട്രോക്ക്, അക്യൂട്ട് സ്ട്രോക്ക്. ദെൻ മൂന്നാമത്തെ ആരോ, ഈ മൂന്നാമത്തെ പോയിന്റ് ഡ്രഗ് ഇൻടോക്സിക്കേഷൻ DRUG ഇൻടോക്സിക്കേഷൻ 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 or overdose OVERDOSE overdose. ഫോർത്ത് ആരോ അല്ലെങ്കിൽ ഫോർത്ത് പോയിന്റ് അക്യൂട്ട് ACUTE അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ MYOCARDIAL മയോകാർഡിയൽ ഇൻഫാക്ഷൻ INFARCTION. എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ? നമ്മൾ കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ കാർഡിയോളജിയിൽ പഠിച്ചതാ. വേറെ ഒന്നുമല്ല കേട്ടോ, ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് നിങ്ങൾ വിചാരിക്കണ്ട ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് അറിഞ്ഞിരുന്നോളൂ എന്തായാലും കേട്ടോ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചില്ലേ, അതിനകത്ത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ക്യാപ്ജ് പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ ബൈപ്പാസ് ഒക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വേർഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ, ഹാർട്ട് അറ്റാക്ക്. ഫോർത്ത് വേണോ? ഫോർത്ത് അക്യൂട്ട് മയോകാർഡിയൽ MYOCARDIAL
മയോകാർഡിയൽ ഇൻഫാക്ഷൻ, INFARCTION. കിട്ടിയോ മാർക്കിന്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഡയഗ്നോസിസ് ഒരു ICU അഡ്മിഷന് കാരണമാകുന്നത്? ഒന്നുകൂടെ പറയാണ്, ശ്രദ്ധിക്കാൻ. നിങ്ങൾ എഴുതിയതൊന്ന് നോക്കുക കേട്ടോ. ഡയഗ്നോസിസ് ഈസ് എ ഫാക്ടർ ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഡ്മിഷൻ ക്രൈറ്റീരിയ. അതായത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ, ഫുൾ സ്റ്റോപ്പ്. സം ഡയഗ്നോസിസ് ദാറ്റ് മേ റിക്വയർ ICU അഡ്മിഷൻ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 പോയിന്റ്സ് എഴുതാണ്. ഒന്നാമത്തെ പോയിന്റ് GI ബ്ലീഡിംഗ്, അതായത് ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിംഗ്. രണ്ടാമത്തെ പോയിന്റ് അക്യൂട്ട് സ്ട്രോക്ക്. മൂന്നാമത്തത് ഡ്രഗ് ഇൻടോക്സിക്കേഷൻ ഓർ ഓവർഡോസ്, ഡ്രഗ് ഇൻടോക്സിക്കേഷൻ ഓർ ഓവർഡോസ്. നാലാമത്തത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക്. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? അപ്പൊ ഏത് രീതിയിലാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഫാക്ടർ ICU അഡ്മിഷൻ ക്രൈറ്റീരിയക്ക് ഒരു ഫാക്ടർ ആവുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ സംഭവമാണ് പ്രോഗ്നോസിസ്, അല്ലെ? പ്രോഗ്നോസിസ്, പ്രഡിക്ഷൻ. അതും ഒന്ന് എഴുതി വെച്ചോളൂ. പ്രോഗ്നോസിസ് അതിലൊരു പോയിന്റ് ആയിരുന്നു. PROGNOSIS, പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞ പ്രഡിക്ഷൻ ആണ് കേട്ടോ, പ്രവചനമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, ചില രോഗികൾക്ക് ഡോക്ടേഴ്സിന് തോന്നുകയാണ് ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒന്ന് ICUല് മീൻസ് ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ കുറെ കൂടെ ബെറ്റർ ആയേക്കാം എന്നൊരു പ്രഡിക്ഷൻ വരികയാണെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് ICUവിനകത്തേക്ക് പ്രവേശിപ്പിക്കാം. അപ്പൊ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. പ്രോഗ്നോസിസ് എന്താണ് റിൻഷ? GI എന്ന് വെച്ചാൽ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിംഗ് ആണ്. ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിംഗ്, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം. അത് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ബ്ലഡ് ബാങ്ക് പറഞ്ഞില്ലേ, ഇതിനകത്ത് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞ് അന്ന് പഠിച്ചിരുന്നു. അതിനകത്ത് ഈ സാധ്യത ഞാൻ പറഞ്ഞിരുന്നു, സിവിയർ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിരുന്നു. GI ട്ടാ. എഴുതിക്കോളൂ. പ്രോഗ്നോസിസ് ഒന്ന് എഴുതാം, ഹൈഫൻ ഇട്ട് എഴുതിക്കോളൂ. അതേ അനുശ്രീ, ഡയഗ്നോസിസ് ആണ് ആദ്യം പറഞ്ഞ നോട്ട് കേട്ടോ. ഡയഗ്നോസിസ് ആണ് ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ്, PROGNOSIS. പ്രോഗ്നോസിസ് എഴുതിക്കോളൂ. ഐഡന്റിഫൈങ്, IDENTIFYING, ഐഡന്റിഫൈയിങ്, IDENTIFYING, ഐഡന്റിഫൈയിങ്. കീ, KEY കീ ആണ് കേട്ടോ, KEY കീ. പ്രോഗ്നോസ്റ്റിക്, PROGNOSTIC, prognostic. Variables, 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 variables. In the first few days, FIRST, first few, FEW few days, DAYS days, can help, CAN help, HELP help, doctors, 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 recognize, RECOGNIZE, recognize. Patients, PATIENTS, patients. Who are, WHO, who are, ARE, most likely to, most, 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 likely, 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 to benefit, 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 from ICU therapy, ICU
തെറാപ്പി. തെറാപ്പിയുടെ സ്പെല്ലിംഗ് എന്താണ്? THERAPY. തെറാപ്പി. കിട്ടിയോ? എന്നിട്ട് പറയാണ് പ്രോഗ്നോസിസ്. ഐഡന്റിഫൈ കീ പ്രോഗ്നോസ്റ്റിക് വാരിയബിൾസ് in the first few days can help the doctors recognize the patients who are most likely to benefit from ICU therapy. അതായത് ഈ പറയുന്ന രോഗിയെ പരിചരിക്കും. ചിലപ്പോൾ ഇംപേഷ്യന്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവാം, വാർഡിലെങ്ങാനും. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ രോഗം മൂർച്ഛിച്ചു, രോഗാവസ്ഥ വളരെ മോശമായി. അപ്പൊ ആ ഒരു പ്രോഗ്നോസ്റ്റിക് വാരിയബിൾസ് ഉണ്ടാവും ഡോക്ടേഴ്സിന്. അവർക്ക് തോന്നുകയാണ് ഇയാളുടെ കണ്ടീഷൻ മോശമാവാണ്, കുറെ കൂടെ ലൈഫ് സപ്പോർട്ടിങ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടെ കെയർ കൊടുക്കുകയാണെങ്കിൽ അയാൾ കുറെ കൂടെ ബെറ്റർ ആവും എന്നൊരു പ്രോഗ്നോസിസ് ആണ്, അല്ലെ, ഒരു പ്രഡിക്ഷൻ ആണ്. അപ്പൊ അതും ഇതിന് കാരണമാവുന്നുണ്ട്. ICU അഡ്മിഷൻ ക്രൈറ്റീരിയക്ക് ഒരു ഫാക്ടറാണ്. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഐഡന്റിഫൈ ദ കീ പ്രോഗ്നോസ്റ്റിക് വാരിയബിൾസ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് that can help the doctors recognize the patients who are most likely to benefit from ICU therapy. അവർക്ക് മനസ്സിലാവും ICU തെറാപ്പിയിലൂടെ ഏത് രോഗികൾക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു പ്രഡിക്ഷൻ ഡോക്ടേഴ്സിന് ഉണ്ടാകും. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ICU അഡ്മിഷനിലേക്ക് നയിക്കാം. മനസ്സിലായില്ലേ? കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. ആരാണ് എന്നോട് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി പറഞ്ഞത്? അതൊക്കെ കൺക്ലൂഷനിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഓഫ് ICU ആണ്. ICUവിനകത്ത് നടക്കുന്ന ഡെയിലി ഒരു കെയർ പ്രൊസീജിയേഴ്സ് ഏത് രീതിയിലാണ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത്. അതിന് പറഞ്ഞത് വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് അവയർനെസ് മാത്രമാണ് നമുക്കത് ഇന്ന് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഒരു ICUവിലുള്ള പേഷ്യൻസിന്റെ ശരിയായിട്ടുള്ള ഒരു പരിചരണത്തിനായിട്ട് പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. കാര്യം പാരന്റ് യൂണിറ്റ് ആരാണ്? ഏത് വിഭാഗത്തിൽ നിന്നുമാണോ ആ ഒരു ഡോക്ടറെ പേഷ്യന്റിനെ റെഫർ ചെയ്ത് ICUവിലോട്ട് വിട്ടത്, അപ്പൊ ആ ഒരു യൂണിറ്റ്, ആ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ആ ഒരു പേഷ്യന്റിന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് ICU റൗണ്ട്സ് എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കണം? മോർണിംഗ് 9 തൊട്ട് 11 AM വരെയുള്ള സമയത്തായിരിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് ആ ഒരു റൗണ്ട്സിന്റെ സമയത്താണ് രോഗിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് എന്നത് അത് ആരംഭിക്കുന്നത് സീനിയർ, അതല്ലെങ്കിൽ എഴുതുന്നത് ICU പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. നമ്മളത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ കൺസൾട്ടന്റ്, ഒരു കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ എഴുതുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. അത് മാത്രമല്ല ഒരു സമഗ്രമായിട്ടുള്ള ഒരു പരിചരണമാണ് നമ്മളൊരു പേഷ്യന്റിന് ICUവിനകത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെ? സാധാരണ ഒരു ഡിസ്ചാർജിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു സാധാരണ സുഖം പ്രാപിച്ച് സ്ഥിരത നേടിയിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമുക്ക് ICUവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞൊരു അവസ്ഥ എന്താണ്? ചില രോഗികളുടെ പെട്ടെന്നുള്ള ഒരു രോഗഭീഷണി, ആ ഒരു സിവിയറിറ്റി കുറയുകയും എന്നാൽ അതേസമയം അവർക്കൊരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത്തരം പേഷ്യൻസിനെ നമുക്ക് ഈ പറയുന്ന ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഏരിയയിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ICUവിൽ പരിചരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും മരണം സുനിശ്ചിതമായിട്ടുള്ള രോഗികൾ ഉണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യുക? ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യും. ICUവിൽ തന്നെ അവരെ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുക. അപ്പൊ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള രോഗികൾ എന്തായാലും ട്രീറ്റ്മെന്റ് കൊടുത്താലും മരണം ഉറപ്പാണ് എന്നുള്ള സിറ്റുവേഷൻ വരാനോ. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ ICUവിൽ തന്നെ കെപ്റ്റ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് അഡെസിയ ഡിസ്ചാർജ് പ്രോസസ്സിലുള്ളതാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്താണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പൊ ആരാണ് ICU ഇൻചാർജ്? ഇന്റൻസിവിസ്റ്റ് ആണ്, അല്ലെ? അവരെ തന്നെയാണ് നമ്മൾ ICU ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളില് ICUവിന്റെ ഒരു പ്രതിനിധിയായിട്ടിരിക്കുന്ന ആളാണ് ICU ഇൻചാർജ് അഥവാ ICUവിന്റെ ഡയറക്ടർ ഓർ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്.
പിന്നെ രോഗിക്ക് ഒരു ക്ലിനിക്കൽ ചികിത്സയുടെ തുടർച്ച നൽകുന്ന ആളാണ്. തുടർച്ച നൽകാന്ന് വെച്ചാൽ ഒരു തരത്തിലും അവരുടെ ട്രീറ്റ്മെന്റ് ബ്രേക്ക് ആവാതെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻചാർജ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന രോഗി പരിചരണത്തിന് മാത്രമല്ല അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതിന് നിർദ്ദേശങ്ങൾ ആവശ്യമുള്ള ജൂനിയർ സ്റ്റാഫുകളെ അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ മേൽനോട്ടം വഹിക്കാനും അവരെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഇൻചാർജിന്റേതാണ്. പിന്നെ പറഞ്ഞു ICU എക്യുപ്മെന്റ്സുകളെല്ലാം വാങ്ങുന്നതിനും അത് നല്ല രീതിയിൽ സേവനം നൽകുന്നതിനുമായിട്ട് എന്താണ് റെസ്പോൺസിബിൾ ആണ് ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ICUമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ട്രയൽസുകൾ ഇനീഷ്യേറ്റ് ചെയ്യാനും റിസർച്ച് ഗവേഷണങ്ങൾ നടത്തുന്നതിനും അതിനെ ഒരു അതോറിറ്റി ആയിട്ട് അംഗീകരിക്കാനും ആര് റെസ്പോൺസിബിൾ ആണ് ഇൻചാർജ്. ഞാൻ പറഞ്ഞു ഈ പറയുന്ന റിസർച്ച് ട്രയൽസ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, ഈ പറയുന്ന ന്യൂ ട്രീറ്റ്മെന്റ്സും എക്യുപ്മെന്റ്സും ഒക്കെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ഫ്യൂച്ചർ പേഷ്യൻസിന് അത് ബെനിഫിറ്റ് ആകുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ട്രയൽസ് ഒക്കെ നടത്തുന്നത്. അതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ മാത്രമല്ല അതിനെ നല്ല രീതിയിൽ ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ, ഒരു അധികാരി എന്നുള്ള രീതിയിൽ അംഗീകരിക്കാനും ഇവര് റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ ചികിത്സാ രീതികളും എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻസിന്റെയും ചികിത്സാ രീതികളെല്ലാം തന്നെ അവിടുത്തെ യൂണിറ്റ് ICU യൂണിറ്റുമായിട്ട് അവലോകനം ചെയ്യണം, അതും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഗിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ട നല്ല അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. അതുപോലെ എല്ലാ എക്യുപ്മെന്റ്സും ശരിയായ വർക്കിംഗ് കണ്ടീഷനിൽ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ ഈ പറയുന്ന ആവശ്യത്തിനുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ, നഴ്സിംഗ് ടീമുകളൊക്കെ ICUവിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. പിന്നെ എല്ലാ റെഫറൽ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒരു പരിചരണ നിലവാരം ഉറപ്പാക്കണം. ഗുണമേന്മ ഉറപ്പ് നൽകുന്ന പരിപാടികൾ കണ്ടക്ട് ചെയ്തിരിക്കണം. പിന്നെ എന്താണ് ഈ പറയുന്ന അഡ്മിഷനും ഡിസ്ചാർജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ അവര് നടപ്പിലാക്കണം. പിന്നെന്താണ് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. അപ്പൊ നമ്മൾ ആരാണ് ICU സെക്രട്ടറി? ഇത് രാജലക്ഷ്മി അല്ലേ എന്നോട് ചോദിച്ചത്? ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡ്യൂട്ടീസ് ഒന്നുകൂടെ ഞാൻ പറയാണ്. ICU സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു who works in an ICU. He's an administrative പ്രൊഫഷണൽ ആണ്, ദാറ്റ് ഹു ഗീവ്സ് ദ സപ്പോർട്ട് ടു പേഷ്യൻസ്, അതുപോലെ മറ്റേ മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, അങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്, നോട്ട് എ ഡോക്ടർ. ഓക്കെ, അയാളെയാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റ്, സാധാരണയായിട്ട് ICUവിൽ വരുന്ന രോഗിയുടെ കുടുംബാംഗങ്ങളും വിസിറ്റേഴ്സും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ICU സെക്രട്ടറിയാണ്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വരുന്ന കോളുകൾ, ഫോൺ കോൾസുകൾ അറ്റൻഡ് ചെയ്യുക, മെസ്സേജസ് ഒക്കെ ശരിയായിട്ട് ജീവനക്കാർക്ക് പാസ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ വരുന്ന ആളുകളെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുക. ക്ലയന്റിന് എന്താണോ ആവശ്യം, അവരുടെ ക്ലയന്റിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് അവർക്ക് അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ICU സെക്രട്ടറിയുടേതാണ്. ICU സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ഈ ICU സംബന്ധമായിട്ടുള്ള ICU സന്ദർശന സമയം പോലെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻഫോം ചെയ്യേണ്ടതും ICU സെക്രട്ടറിയാണ്. ഏതെങ്കിലും കാരണവശാൽ പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു വിവരം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ എത്തിക്കാനുള്ള ഒരു സഹായം കൊടുക്കേണ്ടതും, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിലും മറ്റ് പല ജീവനക്കാരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അവര് ഒരുക്കി കൊടുക്കണം. പിന്നെ ഈ പറയുന്ന ICUമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികളെല്ലാം ചെയ്യുക. ബെഡിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ്, ഫയലുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവിധ ശരിയായിട്ടുള്ള സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ഒരു കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ICU സെക്രട്ടറി. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ് കേട്ടോ. നമ്മൾ ICU ആണ് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ICU എന്താണെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള രോഗികളെയാണ് നമ്മൾ പരിചരിക്കേണ്ടത്, അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഏതൊക്കെ ടൈപ്സ് ഓഫ് ICU ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU നമ്മൾ കണ്ടു. ഓപ്പൺ യൂണിറ്റ് എന്താണ്, ക്ലോസ്ഡ് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ICU സ്റ്റാഫിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. അതിനകത്ത് തന്നെ പ്രത്യേകം നമ്മൾ പറഞ്ഞു ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ എന്താണ്, ഒരു ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്താണ്, അവരുടെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ കണ്ടു. പിന്നെ എന്താണ് ICU അഡ്മിഷന്റെ ക്രൈറ്റീരിയ, എന്താണ് ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് തന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പറയുന്ന ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് കണ്ടു, പിന്നെ ഡിസ്ചാർജ് പ്രോസസ്സ് കണ്ടു, പിന്നെ ഒരുപാട് പേരുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് കണ്ടു. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരുകയാണ് കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയത് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താണ് ഐശ്വര്യ, ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ ഒന്നുകൂടെ പറയാമോ? നമ്മള് ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സ്ഥിരമായിട്ട് നടത്തുന്ന പരിചരണങ്ങൾ എങ്ങനെയാണ് ഐസിയുവിനകത്ത്. അതിനകത്ത് കൂടുതൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പറയുന്നില്ല. പേഷ്യൻസിന്റെ ശരിയായിട്ടുള്ള പരിചരണത്തിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ ICU റൗണ്ട്സ് എപ്പോഴും 9 to 11 AM വരെയുള്ള സമയത്തിനാണ് നടത്തേണ്ടത്. രോഗിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ സമയത്താണ്. പിന്നെ മാത്രമല്ല, രോഗിക്ക് കൊടുക്കുന്ന ചികിത്സ എഴുതുന്നത് അവിടെയുള്ള സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് എപ്പോഴും ICUവില് ഓൺ ടൈം എപ്പോഴും ഫുൾ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവര് അവരായിരിക്കും. കൺസൾട്ടൻസ് വല്ലപ്പോഴും വന്നു പോവുകയുള്ളൂ. പക്ഷെ ആ കൺസൾട്ടന്റിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് സീനിയർ അതുപോലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ഒക്കെ ഇവർക്കുള്ള ചികിത്സയും ഇവരെ പരിചരിക്കുന്നതും ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരായിരിക്കും. മനസ്സിലായി? അത്രയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു കേട്ടോ. പിന്നെ നാളെ ഇന്ന് ബുധനാഴ്ചയല്ല, അപ്പൊ നാളെ വ്യാഴാഴ്ചയാണ്. നാളെ ഈ പറയുന്ന പോലെ നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ജസ്മിൻ, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പറയാം. നാളെ ഇന്ന് ബുധനല്ലേ, നാളെ വ്യാഴാഴ്ചയാണ്. എനിക്ക് നാളെ അവർ വരുന്നില്ല. നാളെ ജോസാറും ഇത് മിസ്സും അല്ലേ എടുക്കുന്നത്. അപ്പൊ മിക്കവാറും നമ്മൾ ഈ ഓണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോ വെള്ളിയാഴ്ച എനിക്ക് ഇവിടെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ മിക്കവാറും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എത്ര ദിവസം നിങ്ങൾക്ക് ഹോളിഡേ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഇവിടുന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യും കേട്ടോ. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇൻഫോം ചെയ്യും. അപ്പോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയിക്കട്ടെ. പിന്നെന്താണ്, അപ്പൊ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓണം ആശംസകളൊക്കെ അറിയിക്കുകയാണ്, ഓണം വിഷസ് അറിയിക്കുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടൊക്കെ ഓണം നല്ല രീതിയിലൊക്കെ ആഘോഷിക്കണം. നിങ്ങൾ ഓണക്കൊടിയൊക്കെ എടുത്തോ? എല്ലാവരും ഓണക്കൊടിയൊക്കെ എടുത്തോ? ഞാൻ നാളെ ക്ലാസ് ഇല്ല, അവർ വരുന്നില്ല, അപ്പൊ നിങ്ങളെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓണം വിഷസ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് അറിയിക്കും. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് നാളെ കൊടുന്നതിന് ഞാൻ വന്ന് പ്രത്യക്ഷപ്പെടാമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാൻ പറ്റിയില്ല ഇങ്ങനെ, അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് കേട്ടാ. എന്തായി നിങ്ങളുടെ ഓണക്കൊടിയൊക്കെ എടുത്തോ നിങ്ങള്? ഞാൻ എടുത്തു. ഞാനൊരു ടോപ്പും പോയി എടുത്തു. നിങ്ങൾ എടുത്താ? ഓണക്കോടിയൊക്കെ എടുത്തു. ഇനിയിപ്പൊ നല്ല എല്ലാരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിലൊക്കെ അടിച്ചു പൊളിക്കണം. പിന്നെന്താണ്, ഞാനിത് പറയുമ്പോ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊന്നും വിഷമിക്കണ്ട, നമുക്ക് അടുത്ത ആഘോഷം വരും, അപ്പൊ നമ്മൾ അതും ആഘോഷിക്കും. എടുത്തു അല്ലെ? എല്ലാവരും എടുത്തു. ഓക്കെ, ഞാൻ സെലിബ്രേറ്റ് ചെയ്തോളാം. ഇവിടുത്തെ സെലിബ്രേഷൻ എനിക്കിഷ്ടമാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ സെലിബ്രേഷൻ. പിന്നെ വീട്ടിലെന്ന് പറയുമ്പം വീട്ടില് ചെറിയൊരു ഓണസദ്യ ഒക്കെ ഒരുക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുമല്ലോ? പിന്നെ പ്രോഗ്രാം ഒക്കെ എന്താണ്? അതെ. എല്ലാരും ഓണക്കോടിയൊക്കെ എടുത്തു അല്ലെ? എല്ലാരും സീയ ഉണ്ടാക്കുന്നില്ല. ഓക്കെ ഓണം എല്ലാവർക്കും ഉള്ളതല്ല. ഓണം ക്രിസ്മസും എല്ലാം എല്ലാവർക്കും ഉള്ളതല്ലേ. ഇപ്പൊ എല്ലാവരും ആഘോഷിക്കല്ലേ. എന്താ എല്ലാം ആഘോഷിക്കുന്നത്, എല്ലാം സെലിബ്രേറ്റ് ചെയ്യണം. പണ്ടത്തെ പോലെയല്ലേ. കാര്യം നമുക്കൊരു സൈഡിന്റെ വിഷമമുണ്ട്. ഇപ്പൊ വയനാടിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു സൈഡിൽ നിൽക്കട്ടെ. ചെറിയ രീതിയിലൊക്കെ നമുക്ക് ആഘോഷിക്കാം, കുഴപ്പമൊന്നുമില്ല. വീട്ടിലോ? ഇല്ല, ഞാൻ വീട്ടിൽ പോകുന്നില്ല. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ വേറെ ആരും ഇല്ല. അമ്മയാണ് ഉള്ളത്. അമ്മ എന്റെ കൂടെ ഉണ്ട്. പിന്നെ വേറെ ആരും ഇല്ല അവിടെ. അവിടുത്തെ വീട് റെന്റിന് കൊടുത്തേക്കാണ്. അപ്പൊ പിന്നെ നമുക്ക് പോവാനും കാണാനും മാത്രം അവിടെ ആരും ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ തന്നെ അമ്മയുണ്ടല്ലോ. അമ്മ അവിടെ അല്ല, അമ്മന്റെ കൂടെ ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമല്ല. ആളുണ്ടല്ലോ അടുത്ത്. അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ മരിച്ചുപോയി. വേറെ സിബ്ലിങ്സ് ഒന്നും ഇല്ല എനിക്ക്. അപ്പോ അവരൊക്കെ എന്റെ അടുത്തുണ്ട്. പിന്നെ അവിടെ പോകേണ്ട കാര്യമില്ല. പിന്നെ അവിടുത്തെ വീടാണെങ്കിൽ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഞാൻ അവിടെ പോയി വെറുതെ നോക്കി നിൽക്കാന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തൃശ്ശൂർ അറിയാലോ, ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. അത് കാണാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പോകലൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ശരിക്കും എല്ലാം ആഘോഷിക്കും. അങ്ങനെയാണ്. ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്ന എറണാകുളത്താണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഓണപരിപാടികളൊക്കെ എന്തായി? ഓണത്തിന്റെ പരിപാടികളൊക്കെ എന്താണ് ജിസ്മിനി?
ആ ഒറ്റപ്പാലം അല്ലേ? ഒറ്റപ്പാലത്തല്ല. ഒറ്റപ്പാലം മറ്റേ ഷൊർണൂരൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അച്ഛനൊക്കെ ജോലി ഉണ്ടായിരുന്ന കാലത്ത് എന്റെ കുട്ടിക്കാലത്തൊക്കെ പാലക്കാടായിരുന്നു. അവിടെ കമ്പനി അച്ഛന്റെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ കുറച്ച് നാളായിട്ടാ, പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു താമസം. പിന്നെ അപ്പൊ പാലക്കാട് ഒറ്റപ്പാലൊക്കെ അറിയാം. ഷൊർണൂര് മറ്റേ ചെറുതുരുത്തിയില്ലേ, ചെറുതുരുത്തി അറിയാമോ? കേരള കലാമണ്ഡലമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതിന്റെയൊക്കെ അടുത്തായിട്ടാണ്. ജിസ്മിനി പറയാട്ടോ, ജിസ്മിനിയോടും ഫാമിലിയോടൊക്കെ പ്രത്യേകം അനിശ്ചിതമായിട്ട് പറയാം. എല്ലാവരോടും കേട്ടാ, എല്ലാവരും നന്നായിട്ട് തന്നെ ആഘോഷിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടാ. അപ്പൊ എല്ലാം കഴിഞ്ഞ് അവസാനം വരുമ്പോ ഇതൊക്കെ ചോദിക്കുമ്പോ എന്ത് ഏത് അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടാ. ഇതൊക്കെ മനസ്സിൽ ഉണ്ടാവണം. പായസമൊക്കെ കുടിച്ച് മത്തായി ഈ പഠിച്ച കാര്യങ്ങളൊന്നും തലയിൽ പോകരുത് കേട്ടാ. അന്ന് ചോദിക്കുമ്പോ പറയണം നിങ്ങൾ. അപ്പൊ ശരി കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഓണം കഴിഞ്ഞിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാണ്. ശരി കേട്ടാ. നമുക്കിനി ഓണം കഴിഞ്ഞിട്ട്. ഓക്കെ, എന്നാ ബൈ.